റൗണ്ട് വന്നിരിക്കുകയാണ്. ഏതാണ് റൗണ്ട്? അതെ, ഡിയറ്റ് റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. 2 പെൺപുലികളാണ് വരാൻ പോകുന്നത്. നമ്മുടെ എസ്തർ പുലിയും പിന്നെ വരാൻ പോകുന്നത് അമൃതക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ആൻഡ് എസ്തർ ഓൺ സ്റ്റേജ്. 2 ഏഞ്ചൽസ് ആണ്. അതെ, ഇതാണ് ശരിക്കും ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. ഒരുപോലെ ഇരിക്കുന്നടാ രണ്ടുപേരെയും. അത് രണ്ടും 2 തരത്തിലുള്ള ഉടുപ്പാ, പക്ഷെ ആ കളർ ഒരേമാതിരി. ബേബി പിങ്ക് അല്ലേ? അതെ അതെ. അമ്മുകുട്ടി, എന്തോ കുറെ ദിവസമായാലും കണ്ടിട്ട്. കൊറേ ദിവസമായി കണ്ടിട്ട്. എന്തൊക്കെയായിരുന്നു പരിപാടികൾ? അടിപൊളിയാണ്. അടിപൊളിയാണ്. ആ. നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതേപോലെ എല്ലാരും ഇനി നല്ലോണം പാടണം എന്നൊക്കെ പറഞ്ഞു. നമ്മളിവിടെ മിസ് ചെയ്തു കേട്ടോ അമ്മുകുട്ടിയെ. കുറച്ച് നാള് മിസ് ചെയ്തു. ഉമ്മ. ഉമ്മ ഏയ് ഗുംകുട്ടി ഉമ്മ. കുട്ടി. അപ്പൊ രണ്ടുപേരും കൂടെ ഏത് പാട്ടാണ്? മെയ് മാസം. മെയ് മാസം. അത് ഏപ്രിൽ മാസത്തിന് മുമ്പേയാണോ അത് കഴിഞ്ഞിട്ടാണോ? കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ ഒക്ടോബർ എവിടെ വരും ഗുംകുട്ടി? ഇഷ്ടമുള്ളിടത്ത് വെക്കാം. അതാ അവളുടെ അഭിപ്രായം. അതെ, നമുക്ക് എന്ത് തോന്നുന്നു അവിടെ വെക്കാം. ഈ പാട്ട് ആരുടെയാ? അതെ, ആരാ ഈ പാട്ടുണ്ടാക്കിയേ? അതെ എസ്തർ കുട്ടി പറ, ഇത് ആരാ ഇത് മ്യൂസിക് ഡയറക്ടർ ചെയ്തത്? എന്റെ പാട്ട് വരുമ്പോ എനിക്ക് അത്ര സുഖമല്ല കേട്ടോ. ഇതൊക്കെ വേണോ, എന്തിന് ഈ പാട്ട് എന്നൊക്കെ തോന്നി പോവാ. വെരി ഹംബിൾ പേഴ്സൺ. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് രണ്ടുപേരും കൂടെ. എനിക്കറിയാം രണ്ടുപേരും ഗംഭീര ആൾക്കാരാണ്. പാടിക്കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരു പാട്ടങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരു അന്തമില്ല അല്ലേ? ഡീറ്റെയിൽസ് പറഞ്ഞോ. സിനിമ നാട്ടുരാജാവ്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് വേറെ ആരുമല്ല നമ്മുടെ എന്റെ അമ്മ. ഇത്ര ശബ്ദം ഉണ്ടായിരുന്നോ? ഇപ്പോഴാണ് ഈ ശബ്ദമൊക്കെ കേൾക്കണത് അല്ലേ? എസ്തർ കുട്ടി, റിഹേഴ്സൽ കറക്റ്റായി പാടിയാ അതോ തെറ്റിച്ചോ? ഇല്ല, നല്ല എൻജോയ് ചെയ്തു റിഹേഴ്സൽ. ഗുഡ് ഗുഡ്. എല്ലാം സെറ്റ് ആണ്. അപ്പൊ പാടാൻ റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോലെ പാട്ടിന്റെ വേറെ എന്തോ പറയാൻ മറന്നുപോയില്ലേ? മറന്നുപോയി. പാടിയത് ആരാന്ന് പറയാൻ മറന്നില്ലേ? പാടിയത് MG സാർ, സുജാതാന്റി, വർഷം 2004. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പ് തുറക്കാൻ പമ്മിപ്പറക്കും. മനസ്സിനുള്ളിൽ മഴത്തുള്ളിയ
എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് പറയാനുള്ളത്. ഈ മൊമെന്റ്സ് ഒക്കെ എത്രത്തോളം ഇവിടെ ഉള്ളിൽ കയറി എന്നുള്ളത്. ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ, അത് കമ്പോസ് ചെയ്യുമ്പോൾ, റെക്കോർഡ് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് ഓരോ പാട്ടിനും. ആ അനുഭൂതി അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴും കേൾക്കും ഈ പാട്ട്. നിങ്ങളെല്ലാം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ടാവും. ഞാൻ വല്ലപ്പോഴുമാണ് എൻ്റെ പാട്ടുകൾ കേൾക്കാറ്. ഇപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതേ അനുഭൂതി തന്നെ എനിക്ക് കിട്ടുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ. താങ്ക് യു സർ. ഒരു പാട്ട് കൺസീവ് ചെയ്യാം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കൊച്ചിലെ ഒരു പാട്ട്, ഇതുപോലത്തെ ഉള്ളൊരു പാട്ട് കൺസീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് അനിതര സാധാരണമാണ്, എക്സ്ട്രോർഡിനറിയാണ്. അതുപോലെ തന്നെ അത് കൺസീവ് ചെയ്താൽ മാത്രം പോരാ, അത് ഡെപ്പിക്റ്റ് ചെയ്യണം, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം. അത് ഗംഭീരമാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. താങ്ക് യു സർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും വർഷം ടോപ്പ് സിംഗറിൽ ഉണ്ടായിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൊമെന്റ്സ് ഐ ബീൻ ഇൻ. അപ്പോഴാണ് നമുക്ക് വാക്കുകൾ പറയാൻ പറ്റാതാവുന്നത്. നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ഒരു ഡയമെൻഷൻ വരുന്നു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അല്ലേ നമ്മള്. ഇവർ രണ്ടാളും കൂടിയിട്ട് അത് അവരുടെ ആ സിങ്ക്രണൈസേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അതായത് പാട്ടും ഡാൻസും കൂടിയിട്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് പാടിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ അതിന് ഇത്രയും ഒരു മനോഹാരിത കൊണ്ടുവന്നത് ഇവരുടെ ഒരു ശരിക്കും ഒരു ടാലന്റ് ആണ് രണ്ടുപേരുടെയും. ഗോഡ് ബ്ലെസ്. അതിവിടെ നോക്കും, ഒരു കൊച്ചും ഒരു കൊച്ചും. അതെ, കൊച്ചാണെങ്കിൽ ഇങ്ങോട്ട് നോക്കും, കൊച്ചാണെങ്കിൽ അങ്ങോട്ട് നോക്കും. നല്ലോണം കോംപ്ലിമെന്റ് ചെയ്തു രണ്ടുപേരും കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീം വർക്ക് ആണ്. അതാണ് വൺനെസ് എന്ന് പറയുന്നത്, ടീം വർക്ക് ആണ്. ഇതിനൊരു കൊറിയോഗ്രാഫേഴ്സ് ഒന്നുമില്ല, ഇവര് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലേ. ഗ്രേറ്റ് ജോബ് മോളെ. താങ്ക് യു സർ. എക്സലന്റ്. എന്നെ ഞെട്ടിക്കുന്നത് ആ പ്രോഗ്രസ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ വരുമ്പോ പേടിച്ചിട്ട് കരഞ്ഞത് ഓർമ്മയുണ്ട് എസ്തറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അത്. അവിടുന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രസസ് വേറെ ലെവൽ. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതില് ഗ്ലുംകുട്ടിക്ക് ഗ്ലും വന്നില്ല. ഗ്ലും ഇല്ലായിരുന്നു. അതുമല്ല എഫക്ട് എല്ലാം പാടിയത് കേട്ടോ കൂട്ടൻ. എഫക്ട്സ് എല്ലാം പാടിയത് കേട്ടില്ലേ ഓരോ ലൈനിന്റെയും മുൻപില്. അതെങ്ങനെ പാടിയ രണ്ടുപേരും കൂടെ? ആ പിന്നെ എന്തടോ എടോ എന്നുള്ളത് ചരണത്തിൽ ഒരു സംഗതി പാടിയില്ലേ, അത് ഗംഭീരായിരുന്നു കേട്ടോ. ഇതെങ്ങനെ? അയ്യോ അമൃതക്കുട്ടി, അത് വേറെ ലെവലായിരുന്നു. ഒന്നുകൂടെ പഠിക്കാൻ പോയാ. കൊച്ചു പിച്ചക്കരിമ്പേ എൻ മുത്തത്തരിമ്പേ പിണങ്ങാതെടോ. എടോ എങ്ങനെ പടങ്ങും ഇങ്ങനെയൊക്കെ പഠിക്കാൻ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാറിയോ, പല്ലവിയുടെ ആ എൻഡ് പാടിയിട്ട് BG, അപ്പോഴാണ് നിങ്ങളുടെ ഡാൻസ് വരുന്നത്. ഡു ഇറ്റ്. ഞങ്ങളെ കൂടി പഠിപ്പിച്ചേ. അപ്പൊ ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് 91, 92, 93, 94, 95, 96, 97, 98, 99, 100 on 100. ഒരു പത്രമഴ. ഒരു പാട്ട് എപ്പോഴാണ് നമുക്ക് കൂട്ടാവുന്നത്? നമ്മളെ പാട്ടിലാക്കുമ്പോഴാണ് പാട്ട് നമുക്ക് കൂട്ടാവുന്നത്. അങ്ങനെ ഇന്ന് നമ്മളെ പാട്ടിലാക്കിയ രണ്ടാൾക്കാരാണ് ഇവിടെ നിൽക്കണേ. നമ്മുടെ പൊന്നു മക്കളാണ്. അവരുടെ പാട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദി ഡേ ആരാണ്? ഇവരാണ് അമൃത ആൻഡ് എസ്തർ കുട്ടി, the fantastic performers and performers of the day. അപ്പൊ രണ്ടുപേർക്കും വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ.
മുട്ടായി കഴിച്ചതിന് ശേഷം പല്ല് നന്നായി തേക്കുക, അപ്പൊ കേടൊന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റ രണ്ടുപേർക്കും.